സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനും പ്രഭാവതിയൊക്കെ ആകെ ഭയന്ന് നിൽക്കുകയാണ്. ഈ അരുന്ധതി ആണെങ്കിൽ പ്രഭാവതി മേളിലോട്ട് കയറി പോയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് ഫോൺ ചെയ്യാൻ മാറിയ സമയം കൊണ്ട് പ്രഭാവതി എങ്ങോട്ടാണ് മുങ്ങിയെന്ന് ചോദിക്കുമ്പം ഞാൻ മുങ്ങിയതൊന്നും അല്ല, അരുന്ധതി എന്തായാലും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, അപ്പം ഞാൻ മേളിൽ വരെ ഒന്ന് പോയതാന്ന് പറയുന്നു. അന്നേരം പ്രഭാവതിയോട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, അതിനിവിടെ ആരും ഇല്ലാത്തടത്ത് പ്രഭാവതി എന്തിനാ മോളിൽ പോയേ, ഇനി ദേവികയ്ക്ക് ഞാനും ഫോൺ ചെയ്ത് പറയാൻ പോയതാണെന്ന് ചോദിക്കുമ്പം അല്ല അരുന്ധതി, ഞാൻ അതിനൊന്നും പോയതല്ല, അരുന്ധതി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ഓർത്ത് ഞാൻ മാറിപ്പോയതാണ്, നിങ്ങൾ ഫോൺ ചെയ്യണോടത്ത് ഞാനൊരു തടസ്സമുണ്ടല്ലോ എന്ന് കരുതിയാന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഞാനിതൊന്നും വിശ്വസിക്കില്ല പ്രഭാവതി, എനിക്ക് നല്ലോണം അറിയാം, എന്തായാലും ദേവിക വന്ന് എൻ്റെ മകൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകാതെ ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട്, അതിന് അരുന്ധതിയോട് പോകാനാരും പറഞ്ഞില്ലല്ലോ, അരുന്ധതി ഇവിടെ ഇരിക്കുക, ദേവിക വരട്ടെ, ദേവിക വന്ന് സംസാരിച്ചിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ തന്നെ ദേവിക DYSPയെ വിളിച്ച് പറഞ്ഞിരുന്നു ഋഷി എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല പ്രഭാവതി, നീ അത് വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതിയെന്ന്. ഇങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ദേവികയുടെ കൂടെ സിദ്ധാർത്ഥനും ഉണ്ട്. ദേവിക വന്നതും അരുന്ധതിനെ കണ്ടിട്ട്, മേഡം ഒരുപാട് സമയമായോ വന്നിട്ട്, ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി, എന്തായാലും വാ മേഡം ഇരിക്കുക, ഇരുന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് അരുന്ധതിയോട് ഇരിക്കാൻ പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ ഇരിക്കാനൊന്നും വന്നതല്ല, എനിക്ക് MLA യോടൊരു കാര്യം പറയാനുണ്ട്, എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടെത്തി തരണം, അതിന് MLA യുടെ സഹായം എനിക്ക് വേണമെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അതിൻ്റെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് മേഡം, ഞാൻ DYSPയെ വിളിച്ചിരുന്നു, അയാൾ പറഞ്ഞത് അന്വേഷണം ഊർജിതമായിട്ട് തന്നെ നടക്കുന്നുണ്ടെന്ന്, എന്തായാലും ഋഷിയെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരമില്ല, കഴിഞ്ഞ ദിവസം ഞാൻ ആ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് ഋഷി എവിടെയെങ്കിലും നാട് വിട്ടു പോയതായിരിക്കും, അതുമാത്രമല്ല അയാളിപ്പോൾ അന്വേഷിക്കുന്നത് ഋഷിയുടെ ക്രിമിനൽ പശ്ചാത്തലം, അല്ലാതെ എൻ്റെ മോനെ കാണാതായത് കണ്ടുപിടിക്കണം എന്നുള്ള ലക്ഷ്യമൊന്നും അല്ല അയാൾക്ക്, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് തോന്നണേ. ഇല്ല മേഡം, അങ്ങനെയൊന്നുമില്ല, ആ ഓഫീസർ അങ്ങനെ ഒരു അഴിമതിക്കാരനൊന്നുമല്ല, പിന്നെ എന്ത് അഴിമതി നടക്കാനാന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ MLA തന്നെ സ്വാധീനിച്ചിട്ടാണോന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ആദ്യം മുതലേ ഞാൻ ഋഷിയുടെ കേസ് അന്വേഷിക്കാൻ അയാൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നത്, ഇനിയും ഋഷിയെ കണ്ടെത്തുന്നവരെ ഞാൻ മേഡത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും, അതോർത്ത് മേഡം ടെൻഷനാവണ്ട, എന്തായാലും ഞാനിപ്പോൾ ഇറങ്ങുക, എത്ര ദിവസത്തിനുള്ളിൽ ദേവികയ്ക്ക് എൻ്റെ മോനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ഞാനല്ലല്ലോ മേഡം കണ്ടുപിടിക്കുന്നത്, പോലീസല്ലേ, എന്തായാലും ഒരാഴ്ച സമയം കൂടി മേഡം എനിക്ക് തരണം, അതിനുള്ളിൽ ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം ഞാൻ മേഡത്തിന് തരാമെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യും, അതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് ദേവികയ്ക്ക് അറിയില്ല, എന്തായാലും ഞാനിപ്പോൾ പോകുകയെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി പോകുന്നുണ്ട്. ഈ സമയത്ത് നന്ദനാണെങ്കിൽ മേളിൽ നിന്ന് ഈ ദേവിക അരുന്ധതിയോട് പറയണതെല്ലാം കേൾക്കുന്നുണ്ട്. അത് കേട്ട് നന്ദനക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഉത്സാഹിച്ച് കേസ് അന്വേഷിച്ചാൽ എന്തായാലും ഋഷിയെ കൊന്നത് ഞാനാന്നുള്ളത് തെളിയും, അങ്ങനെ ഞാൻ ജയിലിൽ പോകേണ്ടി വരും, അതിലും ഭേദം ഇപ്പം തന്നെ എല്ലാവരോടും സത്യങ്ങൾ ഏറ്റു പറയുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ദേവികയോടുത്ത് പ്രഭാവതി പറയുന്നുണ്ട്, മോൾ ഈ കേസിലൊന്നും ഇടപെടണ്ടായിരുന്നു, മോൾ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വിപരീത ഫലമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട്, അതെന്താ പ്രഭ താനം അങ്ങനെ പറയണം, ഒരു MLA എന്നുള്ള നിലയ്ക്ക് മോളുടെ ഉത്തരവാദിത്തം ആ കേസിൽ ഇടപെടലും ആ കേസ് അന്വേഷിക്കേണ്ടതും ആ പ്രതികളെ കണ്ടെത്തേണ്ടതും, അല്ലാതെ ഒരാവശ്യം എന്ന് പറയുമ്പം അത് തട്ടിക്കളയുമല്ല വേണ്ടതെന്ന് പറയുമ്പം പ്രഭാവതിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നത്, ഇനിയിപ്പോൾ കേസ് ഊർജിതമായി അന്വേഷിച്ചാൽ പിടിയിലാവുന്നത് നന്ദനാണല്ലോ എന്നുള്ള പേടിയിലാണ് ഈ പ്രഭാവതി തടയുന്നത്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ആ എന്താ ഋഷിയെ കണ്ടെത്തേണ്ടതെന്ന് തന്നെയാണോ തൻ്റെയും ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അല്ല സിദ്ധു, അങ്ങനെയൊന്നുമല്ല, ഋഷിയെ കണ്ടെത്തണമെന്ന് തന്നെയാണ്, പക്ഷേ ഋഷിയെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആ കേസിൻ്റെ പുറകെ നടക്കുമ്പോൾ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാ അമ്മേ, നമ്മളതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഋഷി എവിടെയോ പോയി, അത് നമുക്ക് അറിയ പോലുമില്ല, പിന്നെ നമുക്ക് എന്ത് പ്രശ്നം വരാനാന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഈ കേസ് കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കുടുങ്ങാൻ പോണത് നമ്മൾ തന്നെയാണ്, നന്ദനകത്ത് പോകും, അതുമാത്രമല്ല ഇനി ജയിൽ പുള്ളിയുടെ അമ്മയും അച്ഛനും ഭാര്യയൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരുമെന്ന്. അതേസമയം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്താ അരുന്ധതി വന്നപ്പോൾ തൊട്ടൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ തനിക്ക് ഋഷിയുടെ കാര്യം പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്താ പ്രഭ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനിയിപ്പോൾ പ്രഭയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആണോ ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി ശരിക്കും അങ്ങോട്ട് ഞെട്ടുന്നുണ്ട്. പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് സിദ്ധു പറയണേ, അന്ന് ഋഷി എന്നെ അമ്പലത്തിൽ വെച്ച് തടഞ്ഞു നിർത്തി അപമാനിച്ചിട്ടും ഞാനതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്, പിന്നെ ഞാനായിട്ട് ഋഷി എന്തെങ്കിലും ചെയ്യുമെന്ന്. പിന്നീട് കാണിക്കുന്നത്
അരുന്ധതീനെയാണ്. അരുന്ധതി വീട്ടിൽ ചെല്ലുമ്പം CP അരുന്ധതീനെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. CPയെ കണ്ടതും അരുന്ധതി CP പോയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം, ഇല്ല മേഡം, ഞാൻ മേഡത്തോട് പറഞ്ഞായിരുന്നല്ലോ മേഡം തിരിച്ചു വന്നിട്ടേ ഞാൻ പോവുള്ളൂ എന്ന്. പോയ കാര്യം എന്തായി മേഡം എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ ചെന്നപ്പം അവിടെ ദേവിക ഉണ്ടായിരുന്നില്ല, പ്രഭാവതി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രഭാവതിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ട് CP. ഇനിയിപ്പം ഋഷീനെ അവരെന്തെങ്കിലും ചെയ്തതായിരിക്കുമെന്ന്. ആ സമയത്ത് CP പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല മേഡം. എന്തായാലും ഋഷിയെ കാണാതായതിനു ശേഷമാണ് ഈ നന്ദന എന്തോ അസുഖമാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പൂജയും ഇതൊക്കെ നടത്തിയത്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്തണം. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് നന്ദന് സുഖമില്ലാതാവാൻ എന്തെങ്കിലും കാരണമുണ്ടോ CP എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അന്വേഷിച്ചു മേഡം, അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. എന്തായാലും മന്ത്രവാദമൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്ദൻ നോർമലായത്. ഒരിക്കൽ ഞാൻ നന്ദനെ വെളിയിൽ വെച്ച് കണ്ടിരുന്നു. അന്നും നന്ദൻ എന്നോട് അബ്നോർമലായിട്ടാണ് പെരുമാറിയത്. ആ സമയത്ത് എനിക്കൊരു സംശയം തോന്നിയായിരുന്നു. എന്തായാലും ഋഷിയുടെ മിസ്സിങ്ങും ഇവരുടെ ഈ മാറ്റവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് മേഡം, അത് നമ്മൾ കാണാതെ പോകരുത്, ഗൗരവത്തിൽ തന്നെ എടുക്കണം എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, എനിക്കും അതിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് CP. എന്തായാലും ദേവിക പറഞ്ഞ സമയം കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. എന്തായാലും എൻ്റെ മകനെ കണ്ടു കിട്ടാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. ഇനിയിപ്പോൾ എൻ്റെ മകനെ കാണാത്തതിൻ്റെ പിന്നിൽ ചന്ദ്രോത്തുള്ളവരാണെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. ഒരെണ്ണത്തിനെ പോലും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. എന്തായാലും ദേവിക പറഞ്ഞ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ മേഡം എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനയാണ്. നന്ദനയാണെങ്കിൽ കെവിന് ഫോൺ ചെയ്യുകയാണ്. കെവിനെ വിളിച്ചിട്ട് കെവിന് ഫോൺ എടുത്തതും കെവിനെ ആകെ പ്രശ്നമായി എന്ന് പറയുന്നു. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നന്ദ, നീ അരുന്ധതി മേഡത്തോട് പോയി സത്യമൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പം, ഇല്ല നന്ദ, ഞാൻ അവരോട് മിണ്ടാനൊന്നും പോയില്ല, പക്ഷേ ദേവിക ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, അതിന് ദേവിക പോലീസൊന്നുമല്ലല്ലോ കേസ് ഏറ്റെടുക്കാമെന്ന് പറയുമ്പോൾ, അല്ല, പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഋഷിയെ കണ്ടെത്തിക്കോളാമെന്ന് ദേവിക മേഡത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി ദേവിക അതിൻ്റെ പിന്നാലെ തന്നെയായിരിക്കും. നമ്മൾ കുടുങ്ങോ കെവിനെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് തലയ്ക്ക് സുഖമില്ലേ നന്ദ, എന്തായാലും ദേവികയെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. ദേവിക ഈ കേസിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും. എനിക്ക് അത് പറയാൻ പറ്റില്ല കെവിനെ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ദേവിക ചോദിക്കില്ലേ, അപ്പോൾ പിന്നെ വീണ്ടും പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പം, അതൊന്നും നീ കാര്യമാക്കണ്ട, എന്തായാലും ഞാൻ ദേവികയെ വിളിച്ച് സംസാരിക്കാം, അവളോട് ഞാൻ കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറഞ്ഞോളാം. പിന്നെ ദേവിക ഇതിനകത്ത് ഒരുപാട് ഇൻവോൾവ് ആവാൻ നിൽക്കില്ലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ റൂമിലോട്ട് ചെല്ലാണ്. ആ സമയത്ത് നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ പേടിച്ച പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേവികയ്ക്ക് തോന്നുന്നുണ്ട്, നന്ദു വീണ്ടും പഴയതുപോലെ ആയോ, എന്താ നന്ദുവിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും പറ്റിയില്ല, നീ എന്തിനാ അവരുടെ മോൻ്റെ കേസൊക്കെ അന്വേഷിക്കാൻ ഏറ്റത്, നിനക്ക് അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അതെന്താ നന്ദു നീ അങ്ങനെ പറയണേ, ഞാനൊരു MLA അല്ലേ, നമ്മളുടെ മണ്ഡലത്തിലുള്ള ആർക്ക് എന്ത് ആവശ്യം വന്നാലും നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടല്ലേ അവർ വോട്ട് ചെയ്ത് നമ്മളെ MLA ആക്കിയത്. ആ സമയത്ത് ഈ നന്ദൻ പറയുന്നുണ്ട്, അതിന് MLA അല്ലല്ലോ കേസ് അന്വേഷിക്കുന്നത്, പോലീസല്ലേ, അപ്പോൾ പിന്നെ ദേവികയ്ക്ക് പോലീസിനോട് പറഞ്ഞാൽ പോരായിരുന്നു. അതിപ്പോൾ കേസ് അന്വേഷിക്കുന്നത് പോലീസാണെങ്കിലും ഞാൻ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം കുറച്ചും കൂടെ ഊർജിതമാകും. അതിന് വേണ്ടിയിട്ടാണ് മേഡം എന്നെ കാണാൻ വന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ, അത് നമ്മുടെയും കൂടി ആവശ്യമല്ലേ. ഋഷിയെ കണ്ടെത്തിയില്ലെങ്കിൽ എല്ലാവരും ചന്ദ്രോത്തുള്ളവരെ സംശയിക്കൂലേ എന്ന്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, കണ്ടെത്തിയാലും സംശയിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, കണ്ടെത്തിയാൽ നമ്മൾ സംശയിക്കണേ എങ്ങനെയാണ്, നമ്മളതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇനിയിപ്പം നന്ദു ഋഷി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അത് കേട്ടതും ഋഷിയാണെങ്കിൽ ഭയന്ന്, ദേവി നീ എന്താ ഈ പറയണേന്ന് ചോദിച്ചു പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ദേവികയ്ക്കും മനസ്സിൽ ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് പ്രഭാവതിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, പ്രഭയെ തനിക്ക് എന്താ പറ്റിയ, കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു, നന്ദൻ്റെ മനപ്രയാസം മാറിയപ്പോൾ അത് നിനക്കായോ, ഇനിയിപ്പോൾ മീരമോളുടെ പ്രേതം നിൻ്റെ ശരീരത്തേക്ക് കയറിയിട്ടുണ്ടോ എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതൊന്നും അല്ല സിദ്ധു, എനിക്കിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല, എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായി നല്ലോണം ഒന്ന് ഉറങ്ങാൻ പോലും പറ്റണില്ല എന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇപ്പോൾ അതിനിവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, പിന്നെ തനിക്ക് എന്താ പറ്റിയ പ്രഭ, തൻ്റെ മനസ്സിൽ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാമെന്ന്. ആ സമയത്ത് പ്രഭാവതിക്ക് ഇങ്ങനെ നന്ദൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിലും സിദ്ധു അത് ഏതർത്ഥത്തിൽ എടുക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ അതൊന്നും തുറന്നു പറയണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനാണെങ്കിൽ ഇസബെല്ലയ്ക്ക് വിളിക്കുകയാണ്. ഇസബെല്ല ഫോൺ എടുത്തതും എന്താടാ കെവിനെന്ന് ചോദിക്കുമ്പം, ബെല്ല കാര്യങ്ങൾ നമ്മളുടെ കൈ വിട്ടു പോകുക എന്നാണ് തോന്നണേ, എന്ത് പറ്റി, പാപ്പനിനൊന്നും അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം, അതല്ല ബെല്ല, അരുന്ധതി മേഡം ഇന്ന് ദേവികയെ കാണാൻ ചെന്നിരുന്നു, അവരുടെ മകനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞു, ദേവിക അതിന് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് മകനെ കണ്ടെത്തി കൊടുക്കും, ഇല്ലെങ്കിൽ മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതികളെ കണ്ടെത്തി കൊടുക്കുമെന്നും പറഞ്ഞു.
അതെന്തിനാ ദേവിക അങ്ങനെ ഏറ്റെന്ന് ചോദിക്കുമ്പം ഈ കെവിൻ പറയുന്നുണ്ട്, അതിന് ദേവികയ്ക്ക് അറിയില്ലല്ലോ നന്ദനാണ് ഇതിൻ്റെ പിന്നിരുന്ന്. എന്തായാലും അന്വേഷണം ഊർജിതമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനും നന്ദനും ജയിലിൽ പോകേണ്ടി വരുമല്ലോ. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് ആർക്കും ഒരു ആപത്തും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഞാൻ കെവിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ കാര്യങ്ങൾ കെവിൻ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന്. അത് കേട്ടതും കെവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ.